ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് നാട്ടിൽ നിന്ന് അമ്മ വന്നതിന് ശേഷം ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വലിയ പണിയൊന്നുമില്ല, എല്ലാം അമ്മ തന്നെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് മാത്രം. നാട്ടിൽ നിന്ന് അവർ കുറേ കപ്പയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. കപ്പ മാത്രമല്ല, മാങ്ങ, ഡബിൾ ഒളിക്ക, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ ചിക്കന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ അമ്മ ആണെങ്കിൽ ഇതുപോലെ മീൻ വെട്ടുന്നുണ്ട്. അമ്മ ഇല്ലെങ്കിൽ ഞാൻ വെളിയിൽ നിന്ന് വെട്ടിയിട്ടാട്ടോ വാങ്ങിക്കാറുള്ളത്. കാരണം ഇവിടെ നമുക്ക് ക്ലീനിങ്ങിനൊന്നും അത്ര സൗകര്യക്കുറവാണ്. അപ്പോൾ അത് നമ്മൾ പിന്നെ കൊണ്ട് കളയൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് വാങ്ങാറുള്ളത്. പിന്നെ അമ്മയുള്ളപ്പോൾ അമ്മയൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യുമല്ലോ. അങ്ങനെ അമ്മ മീൻ കട്ട് ചെയ്യുക നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അമ്മ അത് നല്ല തേങ്ങ അരച്ചിട്ട് മാങ്ങ ഇട്ടിട്ട് കറി വെക്കാനുള്ള രീതിക്കാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സൈഡിൽ കൂടെ വീണ്ടും ചിക്കൻ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ അമ്മ നേരത്തെ രാവിലെ തന്നെ അടുക്കളയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല പച്ച മാങ്ങ വീട്ടിൽ അല്ല എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് കുറേ മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞ് അമ്മ ഉപ്പ് വരട്ടിയിട്ടാണെന്ന് തോന്നുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ അതിനകത്തുനിന്ന് ഞാൻ ഒരു ദിവസം കൂടെ ഇറങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അമ്മയാണെങ്കിൽ ഇതുപോലെ നാട്ടിൽ നിന്ന് നല്ല കണ്ണിമാങ്ങ ഉണ്ടല്ലോ, അത് ഉപ്പിലിട്ടത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കുന്നത് ഏതോ കണ്ടിട്ട് പിന്നെ വീണ്ടും അവനത് വേണമെന്നും പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അവനാണെങ്കിൽ ഈ പുളി എന്ന് വെച്ചാൽ അവന് ഈ മധുരമൊന്നും അവന് അത്ര ഇഷ്ടമല്ല. പക്ഷേ പുളി ചെറുക്കൻ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടം. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ മെയിൻ പരിപാടി ഇതാ മാങ്ങ, പുളി, ചാമ്പയ്ക്ക, ഡബിൾ ഒളിക്ക ഇതെല്ലാം കയറി ഇറങ്ങി കഴിച്ചു കിടക്കും. അവന് ഭയങ്കര ഇഷ്ടം ഇത്. അങ്ങനെ നെല്ലിക്കൊക്കെ ആണെങ്കിൽ ഉപ്പ് പോലും ഇല്ലാതെ പച്ചക്ക് കഴിക്കുന്നതാണ്. കണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ വെള്ളം വരും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിനകത്തുനിന്ന് എനിക്കും ഇഷ്ടമാണ്, പുളി ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അതിനകത്തുനിന്ന് 3-4 മാങ്ങ എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവൻ വന്ന് ഇങ്ങനെ പാത്ത് നോക്കുന്നുണ്ട് ഞാൻ ഇനി അതിനകത്തുനിന്ന് എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ താണ്ട് അമ്മ ഇത് മാങ്ങയാണെങ്കിൽ അരിഞ്ഞിട്ട് കറക്കി കൂട്ടുവാണേ. ഞാൻ എങ്ങനെയൊക്കെ വെക്കാൻ നോക്കിയാലും ഇതുപോലെ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഞാൻ അതേപോലെ വെച്ചാലും എനിക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ ഇടയ്ക്കൂടെ ഞാൻ പിന്നെ ഇത് നോക്കി നിൽക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് അറിയാം. എന്നാലും പക്ഷേ ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടത്തില്ല എത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും. പിന്നെ ഇടയ്ക്കിൽ അവൻ വന്നിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുക നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാനില്ല മാങ്ങ എടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കറങ്ങി തിരിഞ്ഞൊക്കെ ഇങ്ങനെ നിന്നിട്ട് പോകുന്നത്. ചിക്കനകത്ത് ഇടാനുള്ള പൊടികളെല്ലാം അമ്മ ചൂടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർക്കുന്നതാണ് ഇത് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ അടുപ്പിലാണെങ്കിൽ അതിലേക്കുള്ള അരപ്പ് തേങ്ങ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പിൻ്റെയൊക്കെ കളറും നോക്കി അത് കണ്ടിട്ട് തന്നെ മനസ്സിലാവും നല്ല കറിയാണെന്ന്. ഞാൻ പിന്നെ ചിക്കൻ കറിക്കുള്ള പൊടി അതിനകത്തിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ആ പൊടികളൊന്നുകൂടെ ഒന്ന് ഉള്ളിക്കകത്തോട്ട് മൂപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ശകലം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ആ ഗ്രേവി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. പിന്നെ ചീനിയൊക്കെ നമ്മൾ രാവിലെ തന്നെ നല്ല അരപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കറിയും ചീനിയും ഒക്കെ കൂട്ടി കഴിക്കാമല്ലോ ഓർത്തിട്ടുണ്ടാക്കിയതാണ്. പക്ഷേ ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഏട്ടനൊരു കോൺഫറൻസിന് പോയേക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഏട്ടന് അത് മിസ്സായി. പിന്നെ 3-4 ചീനിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് വരാൻ നേരം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ്ട് ആ കറിക്കകത്തോട്ട് ആ അരപ്പിനകത്തോട്ട് അയല കഷ്ണമാണ് കേട്ടോ പറക്കിയിടുന്നത്. നല്ല കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ മാങ്ങ ഇട്ടിട്ട് തേങ്ങ അരച്ച് ഇങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിക്കൻ കറിയെക്കാട്ടിലും കൂടുതൽ എടുത്തത് ഈ അയലക്കറിയാണ് കേട്ടോ. പിറ്റേ ദിവസവും ഞാനത് പറ്റിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ആ ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ചിക്കൻ കറി ഞാൻ വെച്ചത് കൊണ്ട് തന്നെ ഞാൻ അധികം കഴിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം എൻ്റെ ആങ്ങള വരുന്നുണ്ടായിരുന്നു. അവൻ ബാംഗ്ലൂരിലെ നഴ്സിംഗ് പഠിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവൻ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ അവന് വേണ്ടിയിട്ട് കുറച്ച് വെച്ചിരുന്നു. പക്ഷേ അവനത് അന്ന് വെച്ച ചിക്കൻ കറി ഇഷ്ടമായി. പക്ഷേ പിന്നെ അമ്മയൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ വീണ്ടും ചിക്കൻ കറി വെച്ചായിരുന്നു. അത് അവൻ പറഞ്ഞ റെസിപ്പിയാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ അതങ്ങോട്ട് റെഡി ആയില്ല. അത് അവനങ്ങോട്ട് ഇഷ്ടമായില്ല. അതെനിക്ക് ഇഷ്ടമായില്ല. അതിന് എന്തൊക്കെയോ പോരായ്മകളുണ്ടായിരുന്നു. പിന്നെ താണ്ട് ഞാൻ ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ആ ചിക്കനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കറങ്ങി തിരിഞ്ഞിടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കുടിക്കാനെന്ന് പറഞ്ഞിട്ടൊന്ന് വന്ന് പിന്നെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എത്തി നോക്കിയൊക്കെ പോകും. കാരണം ഇല്ല ഭരണിയിൽ മാങ്ങ ഇവിടെ ഇരിപ്പുണ്ടേ. ഞാൻ പിന്നെ താണ്ട് ആ മീൻ കറിക്ക് ഞാൻ ഉപ്പ് വെക്കുകയാണ് കേട്ടോ. എനിക്ക് ആ കറിയുടെ മണം ഉണ്ടല്ലോ അടിച്ചിട്ടുണ്ടെങ്കിൽ വായിന്നുണ്ടല്ലോ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ കറിയുടെ ഉപ്പെങ്കിലും നോക്കാഞ്ഞിട്ട് വയ്യായിരുന്നു. നോക്ക് ഇപ്പം തന്നെ ഞാൻ ഈ സൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുണ്ടല്ലോ നമ്മുടെ ചോറിനകത്തോട്ട് ഈ മീൻ കറി മാത്രമായിട്ട് ഒഴിച്ച് കഴിക്കണം. എന്ത് ടേസ്റ്റ്. ചക്കെല്ലാം കട്ട തൈരും കൂടെ വയ്ക്കാം. അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതാണ്ട് അമ്മ മാങ്ങ കൊണ്ടുവന്നതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് ഉപ്പിലും കൂടി ഇടുകയാണ് കേട്ടോ. കണിയും അങ്ങനെ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നീളത്തിലരിഞ്ഞിട്ട് വീണ്ടും അത് ഉപ്പിലിടുക. പിന്നെ ഇതുണ്ടല്ലോ അത് അച്ചാറിടാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ അമ്മ ഇത്തിരി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളപ്പിച്ചതിനകത്തോട്ട് പച്ചമുളക് അത് തണുത്തതിന് ശേഷം പച്ചമുളക് അരിഞ്ഞിട്ടതാണെന്ന് തോന്നുന്നു. ഞാനത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് അതങ്ങനെ അടച്ച് വെച്ച് പിന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ചിക്കൻ. അന്നേരം ഞാനൊരു ശകലം ചിക്കൻ മസാല ഉണ്ടല്ലോ, അത് ശകലം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. റെഡി ആയിട്ടില്ല, ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് വീണ്ടും ഞാനതിനെ നന്നായിട്ട് കുറുകി ചാറ് കുറുകുന്ന വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ഊണിന് കഴിക്കാൻ ഉള്ളതെന്നൊന്ന് നോക്കിയാലോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്പെഷ്യൽ മീൻ കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചീനിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്. അത് അച്ചാറിട്ടിട്ടില്ല, അതങ്ങനെ വെച്ചേക്കാം, വൈകിട്ടായിട്ട് അച്ചാർ, അതിൻ്റെ ഞാൻ റെസിപ്പി ഇടുന്നുണ്ട്. പിന്നെ അതാണ്ട് നല്ല മുളക് ഉടച്ച് തൈരുണ്ട്, നല്ല കട്ട തൈര്, നാട്ടിൽ നിന്നുണ്ടെന്നാണ് തൈര്. അപ്പോൾ അതാ ഞാൻ ഇതിനകത്തോട്ട് മീൻ കറി ഒഴിക്കാൻ കേട്ടോ. എന്നിട്ട് ചിക്കൻ കറി. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.